102 സീറ്റിന്റെ മാൻഡേറ്റ് ആണ് കോൺഗ്രസിന് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം, അതും തന്നെ കേരളത്തിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ CPM-ന് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് പലതരത്തിലുള്ള കാരണങ്ങളായിരുന്നു, പല റീജിയനിലും എന്നുള്ളതും കൂടെ കാണണം. അപ്പൊ അതിനൊക്കെ ഏകോപിപ്പിക്കുകയും അതൊക്കെ പറഞ്ഞ ആളുകളെ ബോധവൽക്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ്. എന്നാൽ ഈ 102 സീറ്റിൽ കിട്ടിയ മാൻഡേറ്റ് അതിൻ്റെ ശോഭ കെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ അത് കെടുത്തുന്ന രീതിയിലായി പോയി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു അടി എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും CPM-നെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും അതേപോലെ തന്നെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കാനുള്ള ഹിന്ദുത്വം കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരാൻ നടത്തിയ CPM-ന്റെ കളികളെ പുറത്തു കൊണ്ടുവരികയും പൊളിച്ചടക്കുകയും അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിലപാട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് VD സതീശൻ എന്ന് പറയുന്നത്. പല ഇന്റർവ്യൂകളിലൂടെയും കേരളം എങ്ങനെ ആയിരിക്കണം, ഫ്യൂച്ചർ കേരളം എങ്ങനെ ആയിരിക്കണം, കേരളത്തിന്റെ പൊട്ടൻഷ്യലുകൾ എന്തൊക്കെയാണെന്നുള്ള വിഷണറി ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുകയും കൂടെ VD സതീശൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ പണിയെടുക്കുകയും കോൺഗ്രസിനെ ഏകോപിപ്പിക്കുകയും കോൺഗ്രസിന് ഒരു പാർട്ടി സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് ആരാ? VD സതീശനാണെന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് കിട്ടിയേക്കുന്നതും നമുക്ക് എക്സ്പീരിയൻസ് ആയേക്കുന്നതും സത്യത്തിൽ VD സതീശൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. KC വേണുഗോപാൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അവർക്ക് അവരുടെ പാർട്ടിക്കകത്ത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. അയാൾ ഒരു നല്ല ലീഡറാണ്, അയാൾ ഒരു നാഷണൽ ലീഡറാണ് കോൺഗ്രസിന്റെ. പക്ഷെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നേരിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടുകളെ കേരളം എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും അത്തരം കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തത് സത്യത്തിൽ VD സതീശനാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ ജയിച്ചേക്കുന്ന കോൺഗ്രസ് MLA-മാർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ MLA-മാർക്ക് ചെയ്ത വോട്ട് എന്നതിനേക്കാൾ ഉപരി പ്രതിപക്ഷ നേതാവിന് VD സതീശൻ അധികാരത്തിൽ വരണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം എന്ന കാഴ്ചപ്പാടിൽ വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് വേറെ ചിത്രത്തിലൊന്നും ഉണ്ടാവാത്ത ഒരാൾ വന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആവണം എന്ന് പറയുകയും ഈ പറയുന്ന കലാപങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് അതിലൊരു സേ ഉണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം ഉന്നയിക്കുകയും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ രമേശ് ചെന്നിത്തലയും കേരളത്തിൽ പ്രവർത്തിക്കുകയും കേരളത്തിലെ അടിത്തട്ടിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല, പിണറായി വിജയൻ സർക്കാർ ഫസ്റ്റ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളും കൂടെയാണ് രമേശ് ചെന്നിത്തല. ഇന്ന് VD സതീശന് കിട്ടിയിട്ടുള്ള അത്രയും സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല, അത്രയും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇതുപോലത്തെ ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് അതിനെ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള കോവിഡും അതേപോലെ തന്നെ പ്രളയവും ഒക്കെ വന്നപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് മുകളിൽ നിൽക്കുകയും പല സമയത്തും അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ VD സതീശന് കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സിനാരിയോസ് ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിൽ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് CPM ഒതുങ്ങുകയും ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം കോൺഗ്രസ് ജയിക്കുകയും ചെയ്ത ആ ഒരു സമയം മുതലാണ് യഥാർത്ഥത്തിൽ CPM-ന്റെ ഒരു ഷിഫ്റ്റ് ആരംഭിക്കുന്നത്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള വോട്ട് CPM-ന് കിട്ടിയില്ല എന്നുള്ളത് തിരിച്ചറിയുകയും എന്നാൽ അപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം CPM നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അന്ന് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി CPM-ന് വോട്ട് ചെയ്യാണ്ടിരുന്നത് CPM-നോട് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരികയും ദേശീയ തലത്തിൽ ഒരു വലിയ ശക്തിയായിട്ട്, അല്ലെ ദേശീയ തലത്തിൽ ഒരു വലിയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി അടക്കമുള്ള മൈനോറിറ്റി കേരളത്തിലെ മിക്കവാറും ജനങ്ങൾ അന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അല്ലാതെ അന്ന് CPM-നോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ CPM അത് അങ്ങനെ മനസ്സിലാക്കുകയും അതിൻ്റെ കൂടെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും അതേപോലെ തന്നെ CAA-ക്കെതിരെ സംസാരിച്ചതും കൊണ്ടൊന്നും ഇവന്മാർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത് കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല എന്ന് CPM മനസ്സിലാക്കി ഒരു തിരിച്ചുള്ള ഒരു കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
എന്നാൽ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെട്ട് കോൺഗ്രസിന്റെ MLA-മാർക്ക് വോട്ട് ചെയ്ത ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ഈ കേന്ദ്രത്തിൽ നിന്ന് വേറൊരാളെ നൂലി കെട്ടിയിറക്കുന്ന പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് MLA-മാര് ഈ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ ഇതിനകത്ത് സന്ദീപ് വാര്യരുടെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സന്ദീപ് വാര്യരെ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് ക്ഷണിച്ചതും കോൺഗ്രസിലേക്കുള്ള സന്ദീപ് വാര്യരുടെ വഴി കുറച്ച് സുഗമമാക്കി കൊടുത്തതും, അതേപോലെ തന്നെ ഈ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, പണം ഇതെല്ലാം ഒരുക്കി കൊടുത്തതും KC വേണുഗോപാലാണ്. KC വേണുഗോപാലിനോട് നന്ദിയുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളും ബൈറ്റും സന്ദീപ് വാര്യരുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് വളരെ കാഷ്വൽ ആയിട്ട് സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുന്നതാണ്. ശരിയാണ്, നിങ്ങൾക്ക് ഇലക്ഷനിൽ പ്രവർത്തിക്കാനുള്ള ഫണ്ടും അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് KC വേണുഗോപാൽ ചെയ്തിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ റോളാണ്. അദ്ദേഹം നിങ്ങൾക്ക് അങ്ങനെ പണം തന്നു, നിങ്ങൾക്ക് പ്രചരണം നടത്താനായി എന്നുള്ളത് കൊണ്ടല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തേക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ വോട്ട് തന്നേക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ പ്രവർത്തിച്ച വി.ഡി. സതീശനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും, അങ്ങനെ മുഖ്യമന്ത്രി ആകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ് പല സമയത്തും നിങ്ങൾക്ക് വോട്ട് കിട്ടിയേക്കുന്നത്. ഇങ്ങനൊരു കാര്യം കൂടെ ആലോചിച്ചാൽ മതി. അതായത് KC വേണുഗോപാലിനെ പോലെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ടും സൗകര്യങ്ങളും ഒരുക്കി തന്നു എന്ന് വിചാരിക്കുക. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരുക്കി തന്ന ഫണ്ടും പണവും എല്ലാം വൃഥാവിലായി പോകും എന്നുള്ളതാണ്. നിങ്ങൾ KC വേണുഗോപാൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുള്ള സൗകര്യങ്ങൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള വോട്ടർമാര് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കേരളത്തിന് പുതിയൊരു പെർസെപ്ഷൻ നൽകുകയും കേരളത്തിന് പുതിയൊരു വിഷണറി ആയിട്ടുള്ള ലീഡർ വരും എന്ന് ഞങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഇതല്ലാണ്ട് KC വേണുഗോപാലാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇതേപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ നിങ്ങളും നേരിടേണ്ടി വരും എന്നുള്ളതാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഈ ഒരു ഡിസന്റ് നിങ്ങൾക്കെതിരെ മുഴച്ചു നിൽക്കുമെന്നുള്ളതും കൂടെ കാണണമെന്നുള്ളതാണ്. അതായത് ഗ്രൗണ്ടിൽ പണിയെടുത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളെ പാമ്പർ ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്തിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലപാടാണ് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾ ചിലപ്പം എടുത്തു എന്ന് വരും. അത് അത്ര സുഗമമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക് ആയിരിക്കത്തില്ല അവിടെ ഉണ്ടാവുക. കാരണം ജനപ്രതിനിധിയും ജനങ്ങളും തമ്മിലൊരു ഫ്രിക്ഷനിൽ ഒരു സൗന്ദര്യ പിണക്കത്തിൽ അല്ലെങ്കിൽ ഒരു ചേർച്ചയില്ലായ്മയിൽ പോവുക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പൊ കേരളത്തിൽ എവിടെ സംസാരിച്ചാലും കേരളത്തിന്റെ ഒരു പൊതുവികാരം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ്. വി.ഡി. സതീശന്റെ ഇന്റർവ്യൂകളും വി.ഡി. സതീശന്റെ പെർസെപ്ഷൻസും അതേപോലെ തന്നെ പല സിനാരിയോസിലും വി.ഡി. സതീശൻ എടുത്തിട്ടുള്ള നിലപാടുകളുമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് കൺവേർട്ട് ചെയ്തത് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ പുറമെ CPM-നോടും പിണറായി വിജയനോടും ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിപ്രതിപത്തിയും കൂടെ നിങ്ങൾക്കുള്ള വോട്ടായിട്ട് മാറി. ഈ രണ്ട് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വോട്ടായിട്ട് മാറിയത്. അല്ലാതെ നിങ്ങളുടെ വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ. ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഫസ്റ്റ് MLA ആയിട്ട് വരുന്ന ഒരാൾ. ഞാൻ സന്ദീപ് വാര്യരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല കേട്ടോ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഒരു ആദ്യമായിട്ട് MLA ആവുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വോട്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അത് കുറവായിരിക്കും. പക്ഷേ കേരളത്തിൽ പൊതുവേ ഈ പറയുന്ന കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ള വികാരവും അതേപോലെ തന്നെ വി.ഡി. സതീശനെ പോലെയുള്ള നേതാക്കന്മാരോട് ആളുകൾക്ക് തോന്നിയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റുമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ വോട്ടായി മാറിയേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ 102 സീറ്റിന്റെ മാൻഡേറ്റ് നിങ്ങൾക്ക് നൽകുകയും കേരളത്തിൽ പണിയെടുത്ത ഒരാൾ ആരാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ പോലും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വേറൊരാളെ സപ്പോർട്ട് ചെയ്യുകയും വേറൊരാളെ മുഖ്യമന്ത്രിയായിട്ട് ഇറക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളം വെച്ച് ഉറപ്പിക്കും എന്നുള്ളത് അറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല അത് അത്രത്തോളം വെച്ച്
പിക്കപ്പെടും എന്നുള്ളത്. അത് എപ്പോഴും ഒരു മുന്നോട്ട് പോക്കിലും ഇതൊരു കല്ലുകടിയായിട്ടിരിക്കും. ചിലപ്പം മാസീവായിട്ടുള്ള പ്രൊട്ടസ്റ്റോ ഇതൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ അത് എപ്പോൾ ഒരു ഉരുള വായിൽ വെച്ച് കഴിഞ്ഞാലും അതിലൊരു കല്ല് കടിക്കുന്ന പോലെ അത് ആ ഒരു ഫീല് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് വൈസായിട്ടുള്ള തീരുമാനം എടുക്കുക. കേരളത്തിൽ മണ്ണിൽ പണിയെടുത്ത മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്.